യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഈ കൊറോണ ടൈമിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ ഘടകമാണല്ലോ മാസ്ക്. ആ മാസ്ക് നമ്മൾ വീട്ടിൽ സ്വയമായി തയ്ച്ചെടുക്കാമെന്നതാണ്. അതിനായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, മാസ്ക് തയ്ക്കുന്ന റൂമിലേക്ക് വന്നിരിക്കുകയാണ്. മാസ്ക് തയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തുണി ഒരു യൂണിഫോം തുണിയാണ്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് നമ്മുടെ മാസ്ക് നല്ല കട്ടിയായിട്ടിരിക്കും. ഇതിൽ നമ്മൾ 11 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വശത്തും അതുപോലെ തന്നെ 11 സെൻറ്റിമീറ്റർ ഞാൻ അടയാളപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ഥലത്തും ഞാൻ 11 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഞാൻ വരച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് തുണി. രണ്ടാമത്തെ വശവും കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ തുണി 4ആയിട്ട് മടക്കുകയാണ്. 4ആയിട്ട് നല്ല കറക്റ്റായിട്ട് മടക്കിയെടുക്കുന്നു. ഒരു തുമ്പ് പോലും മാറി നിൽക്കരുത്. ഇതിന് ശേഷം ഞാൻ ടേപ്പ് എടുത്ത് അതിലൊരു 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ്. ഒരു സർക്കിൾ 6 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു സർക്കിളാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. ഇതിപ്പോൾ അറ്റത്ത് 6 സെൻറ്റിമീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ അറ്റത്തോട്ട് അടയാളപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് കട്ട് ചെയ്യാം. ഏകദേശം വരച്ച പോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടേപ്പിൽ 1 സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തി എല്ലാ വശത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് 6 വശത്ത് നമുക്ക് അടയാളപ്പെടുത്താനുണ്ട്. ഓരോ സെൻറ്റിമീറ്റർ വീതം എല്ലാ വശത്തും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. ഇതിനുശേഷം ഞാൻ സ്കെയിലെടുത്ത് അത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്കെയിലെടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയ വശങ്ങൾ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. രണ്ടാമത്തെ വശവും നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഇതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. കത്രിക ഉപയോഗിച്ച് നമ്മൾ 2 വശവും കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം മൂന്നാമത്തെ വശം കട്ട് ചെയ്യുകയാണ്. ഇനി ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു ഒരു ഷേപ്പ്. ഇനി ആ ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഷേപ്പ് ഉള്ളത് കൊണ്ട് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നല്ല പതിഞ്ഞിരിക്കും. അത് കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ. ഇതിപ്പോൾ 4 പീസാണുള്ളത്. ഇതിൽ നമുക്ക് 2 പീസിൻ്റെ കാര്യമേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ തുണി എടുക്കുകയാണ്. ഈ തുണിയും നമുക്ക് സ്ക്വയർ 11 സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്ക്വയറാണ് വെട്ടേണ്ടത്. എന്നാൽ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മറ്റേ പീസിൻ്റെ അളവിൽ തന്നെ അങ്ങ് എടുത്ത് വെട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. 4 പീസ് ഉള്ളതുകൊണ്ട് അതിന് നമുക്ക് 2 പീസ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 2 മടക്ക് തുണിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുക്കുന്നു. എല്ലാ വശവും കറക്റ്റ് ഷേപ്പിൽ തന്നെ വെട്ടിയെടുക്കുന്നു. കറക്റ്റ് ഷേപ്പിലല്ല വെട്ടിയതെങ്കിൽ നമ്മുടെ മാസ്ക് ശരിയായ രീതിയിൽ വരില്ല. മിച്ചമുള്ള വശം കൂടി വെട്ടിയെടുക്കുകയാണ്. ഏതായാലും നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുകയാണ്. 2 വശങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് തയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനുശേഷം രണ്ടാമത്തെ തുണിയും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് ഈ
സ്റ്റിച്ച് ചെയ്തതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിൽ കയറാൻ പാടില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഷേപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പതിഞ്ഞിരിക്കും. അതിനുശേഷം നമ്മൾ വിടർത്തി വയ്ക്കുകയാണ്. വിടർത്തി വെച്ചിട്ട് സ്റ്റിച്ചുള്ള ഭാഗം പുറത്താണ് വരേണ്ടത്. സ്റ്റിച്ച് ഇല്ലാത്ത ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ചിരിക്കണം. യഥാർത്ഥ ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഏകദേശം നമ്മൾ അതുപോലെ തന്നെ വെച്ചു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അത്യാവശ്യം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഒരുപോലെ തന്നെ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ വശം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ വശം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു. രണ്ടാമത്തെ വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളത് വിടർത്തി കൊടുക്കുകയാണ്. നമ്മുടെ തള്ളവിരൽ കൊണ്ട് അമർത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് ഇറങ്ങി വരും. ഇനി നമ്മൾ മാസ്ക് നന്നായിട്ട് വിടർത്തി കൊടുക്കുകയാണ്. ഏകദേശം ഒരു മാസ്കിൻ്റെ രൂപം വന്നെങ്കിലും അത് നന്നായിട്ട് വിടർത്തി കൊടുത്താലേ അത് കറക്റ്റ് മാസ്കിൻ്റെ രൂപത്തിലോട്ട് വരത്തുള്ളൂ. ഏകദേശം നമ്മുടെ മാസ്ക് ഇപ്പം കറക്റ്റ് ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മാസ്കിൻ്റെ അറ്റത്ത് നമ്മൾ ചെറുതായി ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് തയ്ച്ച് പിടിപ്പിക്കുന്നത്. രണ്ടാമത്തെ വശവും ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുന്നു. നമ്മൾ അതിന് ശേഷം മാറ്റി വെച്ചു. ഇനി നമ്മൾ ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. ഞാനൊരു 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇലാസ്റ്റിക്കാണ് എടുത്തത്. എന്നെ അപേക്ഷിച്ച് 8 സെൻറ്റിമീറ്റർ വേണ്ട, എന്നാലും ഇതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടി തയ്ച്ചുകൊണ്ട് ഞാൻ 8 സെൻറ്റിമീറ്റർ എടുത്തതാണ്. ഓരോരുത്തർക്കും അവരവരുടെ അളവിനനുസരിച്ച് ഇലാസ്റ്റിക് ചൂസ് ചെയ്യാവുന്നതാണ്. ആ ഹോളിലേക്ക് ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. ഇനി ഞാനവിടെ കെട്ടിട്ടാണ് തയ്ക്കുന്നത്. കെട്ടിട്ടില്ലെങ്കിൽ അത് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കെട്ടിട്ട് തന്നെ തയ്ക്കുക. ഒരു സൈഡ് നമ്മൾ തയ്ച്ച് തീർന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ വശത്ത് നമുക്ക് എലാസ്റ്റിക് പിടിപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വശത്തും നമ്മൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒരു അയൺ ബോക്സ് എടുത്ത് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഞാനിവിടെ ഇപ്പോൾ തേക്കുന്നില്ല. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.